സൗകര്യമാരാണ് പണി ചെയ്യിച്ചതായ കഥാകരദാസൻ രാകേഷ് ശുശ്രൂഷിക്കുന്നതിന് ശേഷം കഥാകരദാസൻ പാസ് തുടർന്നുള്ള സമയം ശുശ്രൂഷിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ചെയ്യുവാൻ നമുക്ക് ഏൽക്കാം. കഥാദാസന്മാരെ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നിങ്ങളോട് കൂടെ ഞങ്ങൾക്ക് കുടുംബമായി ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയോർത്തും സാവകാശയോർത്തും ആയുസ് മാർഗ്ഗത്തോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്വതന്ത്രം ചെയ്യുന്ന കടന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും പ്രത്യേകമായി ദൈവസഭയെ കർത്താൻ ആത്മാവിൻ്റെ നിയോഗത്തിൽ നയിക്കുന്ന കർത്താൻദാസൻ യോനാൻ പാസ്റ്ററേയും ഓർത്തും സൂസൻ എനിക്കായി സ്വതന്ത്രം ചെയ്യുന്ന നൽകി ദാനം നൽകിയ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കായി സ്വതന്ത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇത്രത്തോളം സ്വതന്ത്രം കർത്താൻ ആത്മാവ് നമ്മളെ സഹായിച്ച് അനുഗ്രഹിച്ചല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രം ആരാധനയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ വാഴ്ത്തുവാൻ വാഴ്ത്തപ്പെട്ടവന് അതേ പൂർണ്ണ മഹത്വം കരയേറ്റവും കർത്താവ് ഇന്ന് പകൽ ഞങ്ങൾ എന്നെയും സഹായിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ഒരാഴ്ചയും കൂടി കർത്താവ് നമ്മളെല്ലാവരെയും ഉള്ളംകൈയിൽ വഹിച്ച് കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിലും സർവശക്തനായ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ പരിപാലിച്ച വൻകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സ്വസ്ഥമായ ഉറക്കം എൻ്റെ മകൾക്ക് എൻ്റെ മകന് എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് പോലും സ്വന്തം ഉറക്കം ഒരു പ്രയാസം ഒരു സ്വപ്നം പോലും അല്ലേ, ഭയപ്പെടുന്ന സ്വപ്നം ആരെയും കണ്ട സ്വസ്ഥമായി കർത്താവ് ഉറക്കം തന്നല്ലേ സ്വന്തം. കാർട്ടൂണൊക്കെ കണ്ടിട്ടും കാണുന്നവർക്ക് എനിക്കറിയില്ല കേട്ടോ, കാർട്ടൂണൊക്കെ കണ്ടിട്ടും അതിൻ്റെ വെടിവെപ്പും തോപ്പും എല്ലാം കണ്ടിട്ടും ഭയപ്പെടാതെ കർത്താവ് സ്വസ്ഥമായ ഉറക്കം തന്നല്ലോ. അതുകൊണ്ട് നാളെ തൊട്ട് കാർട്ടൂൺ കാണണ്ട, കാണുന്നവർ കാർട്ടൂണൊന്നും ഗുണമൊന്നുമില്ല. കർത്താവിൻ്റെ സ്തോത്രം വചനം പറയുന്ന പോലെ 119 സംഗീതം ധാരാളം തവണ പറയുന്നുണ്ട്. യശോശാസ്ത്രി പറയാണ്, ഞാൻ നിന്റെ വചനത്തിൽ പ്രമോദിക്കും, രസിക്കും. എവിടെ രസം? കുടിക്കുന്ന രസമല്ല, പിന്നെ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ വചനം, എന്നോട് സംസാരിക്കുന്ന വചനം. ഞാൻ വായിക്കുമ്പോൾ എന്നെ വായിക്കുന്ന ഒരു പദം കടമെടുക്കുന്നുള്ളൂ. ഞാൻ വായിക്കുമ്പോൾ എന്നെ വായിക്കുന്ന ജീവന്റെ വചനം. ഞാൻ വായിക്കുമ്പോൾ ഞാൻ ധ്യാനിക്കുമ്പോൾ എന്റെ പാപത്തെ വെളിപ്പെടുത്തുന്ന വചനം. ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ എനിക്ക് ബലം നൽകുന്ന വചനം. സ്വന്തം അതിൽ രസിക്കുവാൻ ടി വി കാണാം, സിനിമ കാണാം, ന്യൂസ് വായിക്കാം, എല്ലാം എന്ത് വേണമെങ്കിലും ലോകത്ത് ചെയ്യാം, സ്പോർട്സ് കാണാം. പക്ഷേ അതിൽ ചെലവഴിക്കുന്ന സമയം എനിക്ക് എത്രത്തോളം യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ സാധിക്കും എന്നാ ചോദ്യം. ടി വി കാണുമ്പോൾ അല്ലാത്ത സമയം നമ്മുടെ ജോലിയിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോകും. പിന്നെ കിട്ടുന്ന അല്പസമയമാണ്. ആ സമയം വീണ്ടും മറ്റുള്ള ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ യേശുവിനോട് കൂടെയുള്ള സമയം നഷ്ടപ്പെടുകയാണ് അല്ലേ? ഒരു വാക്യം മാത്രമേ വായിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച് പാസ് PYPAക്ക് മാത്രം വായിച്ച് ശീലിച്ചോ സ്വതന്ത്രമുണ്ട് എന്നൊരു വാക്യം മാത്രം വായിപ്പിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ കുറേ കാണാൻ പാടും. എന്തെങ്കിലും കത്താൻ ആത്മ തന്നാൽ അത് പറയാം. സ്വന്തം
15 മിനിറ്റ് കൂടി ഉള്ളൂ. അതുകൊണ്ട് വേഗം വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 17 വാക്യം. യോഹന്നാൻ 17:16 വാക്യം. യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തോട് തനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു. അത് പുരോഹിത രീതിയാണ്. ആദ്യം തനിക്ക് വേണ്ടി, പിന്നെ ജനത്തിന് വേണ്ടി. അത് രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് സ്വന്തം തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. മൂന്നാമത് സ്വന്തം തന്റെ ശിഷ്യന്മാർ മുഖാന്തരം യേശുക്രിസ്തു വിശ്വസിക്കാൻ പോകുന്ന, അത് ഇന്ന് വരെ എല്ലാ യേശുവിന്റെ വരെ എല്ലാ ജീവിതങ്ങൾക്ക് വേണ്ടി അത് യേശു മുൻപേ 2023 വർഷം മുമ്പേ പ്രാർത്ഥിച്ചു. വെറുതെ ഇവിടെ പോയത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ജീവിതം കാണിച്ചു. വായിച്ചോ. ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ഈ പറഞ്ഞ 11 ശിഷ്യന്മാരും അവരുടെ വചനം കേട്ട് വിശ്വാസം വരാൻ പോകുന്ന ജീവിതങ്ങളും ഈ വർഷം വരെയുള്ള ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ ഉൾപ്പെടെ. സ്വന്തം അപ്പൊ കർത്താവ്, ഞാൻ ലൗകികനല്ല, പക്ഷെ ഞാൻ ലോകത്തിൽ ജീവിച്ചു. അതുപോലെ അവരും നമ്മളും ലൗകികന്മാരല്ല. കാരണം എന്താണ്? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു. ജീവനുള്ള ദൈവത്തിന്റെ ജീവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളുള്ളിൽ വസിക്കുന്നതുകൊണ്ട് ഞാൻ ലൗകികനല്ല, പക്ഷെ ഞാൻ എവിടെ ജീവിക്കുന്നത്? ലോകത്തിൽ. യേശു ലോകത്തിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, മാറി നിന്നു. ലോകത്തിന് ഇമ്പത്തിന് യേശു മാറി നിന്നു. എന്ന പോലെ നാം മാറി നിൽക്കണം. ലോകത്തിന്റെ ആയി കൊടുക്കിൽ, ലോകത്തിനായി മോഹം നാം അകപ്പെട്ട് പോകരുത്. സ്വന്തം ഞങ്ങൾ വന്ന 2 ആഴ്ച മുമ്പേ സാഹിത്യ ഞായറാഴ്ചയോടെ വന്നപ്പോൾ സഹോദരൻ ആരെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ പഠിപ്പിച്ചത് CSI യാക്കോബ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ടപ്പോൾ എന്നെ പഠിപ്പിച്ചത് കണ്ണടച്ച് പ്രാർത്ഥിക്കണം എന്നാണ്. കണ്ണടച്ച്, നിങ്ങൾ കണ്ണടച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം കണ്ണടച്ചാണ് ആരാധിക്കണം. കണ്ണടച്ചാണ്. അവിടെ എന്ത് ഭൂകമ്പം സംഭവിച്ചത് എനിക്ക് വിഷയമില്ല. കാരണം ഞാൻ എവിടെ ഇരിക്കുന്ന ആദ്യത്തിലാണ് അവിടെ ഭൂതറങ്ങാൻ പാടില്ല. അവിടെ സഭയിൽ പോട്ടെ ഇറങ്ങിയാൽ തന്നെ അത് യേശു നോക്കിക്കൊണ്ടാണ്. എനിക്ക് ഉള്ള സമയം എന്താ? പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ വേണ്ടി. ആരാധിക്കുമ്പോൾ എന്റെ മക്കളില്ലാത്ത വിഷയമോ വീടില്ലാത്ത വിഷയമോ പണമില്ലാത്ത വിഷയം ഒന്നും അതും ധ്യാനിക്കാറില്ല. അത് വരാറേ ഇല്ല. അതെല്ലാം അടച്ചു വെച്ചിട്ട് എന്ത് ധ്യാനിക്കും? യേശുവിന്റെ മുഖം. നാം കാണുന്ന പള്ളികളും അത് ഫോട്ടോകൾ കാണുന്ന മുഖമാണ് യേശുവിന്റെ. ആണോ മക്കളെ? പിന്നെ എവിടെ യേശുവിന്റെ മുഖം? വേഗം യേശുവിന്റെ മുഖം എവിടെ? പറഞ്ഞോ. ബൈബിളുണ്ട്. ബൈബിൾ എവിടെ? ഒരാൾ മാത്രം പറഞ്ഞുള്ളൂ. പോട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 17 വരെ യോഹന്നാൻ കാണുന്ന യേശുവിന്റെ മുഖം, യേശുവിന്റെ ശരീരം, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളവൻ, അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവൻ, ഭാരത്ത് പൊൻകച്ച കെട്ടിയവൻ, അവന്റെ കാലുകൾ അത് ഉളയിൽ ചുട്ടു പഠിപ്പിച്ച വെള്ളോട് സദൃശം, അടി മുതൽ തലവരെ മുഴനായി കണ്ടാൽ അത് വെളുപ്പ് മാത്രമേ ഉള്ളൂ. സൂര്യനെ പോലെ ശക്തിയുള്ള അവന്റെ ശരീരം മാത്രമേ കാണാനുള്ളൂ. താടി നിശ്ചയമൊന്നുമല്ല. താടി നിശ്ചയം ഉണ്ടാവട്ടെ, നമുക്കറിയില്ല. പോട്ടെ. ഞാൻ കാണുന്ന ആ മുഖമാ. ഞാൻ കാണേണ്ടത് ആ ശരീരമാണ്, ആ രൂപമാണ്. ആ രൂപം കണ്ടപ്പോൾ യോഹന്നാൻ പറയും, ഞാൻ മുമ്പോട്ട് വീണു. പുറകോട്ടല്ല, സൈഡിലേക്ക് വല്ല മുമ്പോട്ട് വീണു. യേശു പറഞ്ഞു, ഞാൻ ലൗകികന പിതാവേ, അതുകൊണ്ട് അവരും ലൗകികന്മാരാകാതിരിക്കാൻ അങ്ങനെ ആത്മാവിനുള്ളിൽ നൽകണം. മാത്രമല്ല അങ്ങയുടെ വചനം. യേശു താൻ പറഞ്ഞു, ഞാൻ വന്നത് അതേ ദൈവം ആദ്യം മോശം നിമിത്തം നിങ്ങൾക്ക് നൽകിയ വചനം നിവർത്തിക്കാൻ വേണ്ടിയാണ്. പഴയ നിമിത്തം നമുക്ക് വളരെ കാണാം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും പറയുകയും ചെയ്യുന്നത് ഒരു വേദഭാഗമാണല്ലോ. ആവർത്തന പുസ്തകം 28 എടുക്കാൻ സമയം, വായിക്കാൻ സമയമില്ല. 28 വീട്ടിൽ പോയി എഴുതിയിട്ട് വീട്ടിൽ പോയി നോക്കിയാൽ ആകേഷ് പറഞ്ഞില്ല. പാഷ പറഞ്ഞത് ശരിയാണോ? ആകേഷ് പറഞ്ഞത് ശരിയാണോ? ആവർത്തനം 28 69 വാക്യമുണ്ട്. 69 വാക്യം അനുഗ്രഹത്തിന്റെ ശാപത്തിന്റെ. അനുഗ്രഹത്തിന്റെ വാക്യം പക്ഷെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? ഞാൻ എണ്ണി നോക്കി 14 എണ്ണം ഉള്ളൂ. 69-ൽ 14 വാക്യമുള്ള അനുഗ്രഹത്തിന്റെ, 55 വാക്യം ശാപത്തിന്റെ. അൽപാസ്ട്രായി സ്വാതന്ത്ര്യം ആദ്യമായിട്ട് കാണുന്ന പിന്നെ പരിചയപ്പെടാം. ഭാഷ എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മളെ ഈ 14 വാക്യം വെച്ചാണ് ഈ ന്യൂ ജനറേഷൻകാരൻ അടിക്കുന്നത്. അടിക്കട്ടെ. കാരണം 55 കുഴപ്പമുണ്ടോ ശാപത്തിന്റെ? 55 വാക്യം ശാപത്തിന്റെ. എന്ത് ചെയ്യാം? നീ എന്റെ പ്രമാണം കേട്ട് അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം. അത് പിടിയുന്ന കർത്താവ് തീർത്തു. ഫാസ്റ്റ് ഫുഡ് ആയിട്ട് 15 വാക്യങ്ങൾ തീർത്തു. സ്വന്തം. അപ്പൊ ശാപം കർത്താവ് മോശനോട് ഇരുന്ന് എഴുതിച്ചു.
സാഭാഷണം അയ്യോ ശാപത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല, നമ്മളിങ്ങനെ പ്രസംഗിക്കുന്ന സ്വന്തം എങ്ങനെ പ്രസംഗിക്കുന്നത്? മോശോട് ചോദിക്കണം, എങ്ങനെ ഇരുന്ന് എഴുതിയത്? 55 വാക്യങ്ങൾ ഇരുന്ന് എഴുതിച്ചു ദൈവം. എളുപ്പത്തിൽ ദൈവം ആദ്യം കൊടുത്തു, പക്ഷെ അത് പൊട്ടിച്ചാണ്. അവിടെ ഇന്ന് എഴുതാൻ പറഞ്ഞു 55 വാക്യം നീ എഴുതണം, ഈ 40 ലക്ഷം ജനത്തോട് നീ പറയണം. കാരണം എന്താണ്? സർവശക്തനായ ദൈവം തന്നതാ. അവനാണ് ആ പാടിയ പാട്ട് പാസ് വന്നാലേ ആ പാട്ട് ദേവദാസനായ സ്വന്തം ചെയ്യുന്നത്. കഥ അനുഗ്രഹിക്കട്ടെ. ഓരോ പാട്ടിലും അതിലുണ്ടായിരുന്ന സ്വന്തം ഓരോ അത് അർത്ഥവ്യക്തമായ പാട്ടുകളായിരുന്നു. പഴയ പിതാക്കന്മാർ പാടിയതാണല്ലോ. അതേ ഈ സർവശക്തനായ ദൈവം എന്റെ ഉള്ളിൽ വന്നല്ലോ. ആകാശം ഭൂമിയുടെ സ്ഥലത്തും ഉണ്ടാക്കിയ ദൈവം എന്റെ ഉള്ളിൽ വന്നു. അല്ലെ സ്വന്തം അവൻ എന്നെ നിയന്ത്രിക്കുന്നു. അവനെ അറിയാനും അവൻ എന്നെ അറിയുവാനും കൃപ നൽകിയല്ലോ. അവന്റെ ആത്മാവ് നടത്തപ്പെടുവാൻ എനിക്ക് കൃപ നൽകിയല്ലോ. സ്വന്തം അവനെ ആത്മാവിനെ ആരാധിപ്പാൻ ഈ ദുഷ്ടലോകത്തിൽ ഇരുന്നുകൊണ്ട് അവനെ ആരാധിപ്പാൻ ദൈവം എന്ന് തന്റെ ആത്മാവിൽ തന്നു. അവനോട് പ്രാർത്ഥിപ്പാൻ, അതെ അവന് വേണ്ടി അവന്റെ സന്നിധിയിൽ ഉപവസിപ്പാൻ, അവന്റെ സുവിശേഷം നാമോട് ഈ സുവിശേഷം ആർക്ക് പോലും ഭാഗ്യം ലഭിക്കാത്ത ദൂതന്മാർക്ക് പോലും ഭാഗ്യമില്ല. നമ്മളെ ഏൽപ്പിച്ചെന്ന് സുവിശേഷം പറയുവാൻ രജിസോനായി സ്വന്തം ചെയ്യുന്ന അവരോട് പോയാലും. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഓർക്കണം, ഇനി മേലാൽ പോകുമ്പോ ഓർക്കണം, രക്ഷിക്കപ്പെടുന്നവരുടെ പേര് എഴുതി വെക്കണം. അറിയാം, അപ്പൊ അത് പറയണം. സഭയിൽ നിൽക്കുന്ന പോയി 4 പേരുടെ പേരും പറയണം, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. 4 പേരൊന്നും ഏത് 4 പേരാ? സ്വന്തം. ഇനി യോഹന്നാൻ വന്നെന്ന് പറഞ്ഞാലും ഏത് യോഹന്നാൻ? നമ്മുടെ ഇവിടുത്തെ പുസ്തകത്തിലെ യോഹന്നാനല്ല, യോഹന്നാനാണ് രക്ഷിക്കപ്പെടുന്നത് പറഞ്ഞാലും എത്രയോ യോഹന്നാന്മാർ ഇവിടെ ചുറ്റുമുണ്ട്, എത്രയോ മുഹമ്മദ് ഉണ്ട്. അപ്പൊ ഏതാണെന്ന് വ്യക്തമാക്കുക. അത് രജിബനോട് ദൂത് മാത്രമല്ല, സഭയ്ക്കുള്ള ദൂത. ഞാനല്ല, കർത്താവ് പറഞ്ഞ സ്വത്രം. അയ്യോ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞാൽ ഞാൻ സുവിശേഷം പൂരിപ്പിച്ചു അറിയാമെന്ന് പൂരിപ്പിക്കാം. അറിയിച്ചില്ലെങ്കിൽ അയ്യോ. അതുകൊണ്ട് ഈ അയ്യോ പിടിക്കുന്നത് വേറെ ഒരു കാരണവുമില്ല. ഒരു പുരുഷാനുമില്ല, ദുഷ്ടനുമില്ല, അപ്പുറത്തെ വീട്ടില് മന്ത്രവുമില്ല, തന്ത്രവുമില്ല. എന്താ കാരണം? ഞാൻ സുവിശേഷം അറിയിക്കാത്തതുകൊണ്ട്, നിങ്ങൾ സുവിശേഷം അറിയിക്കാത്തതുകൊണ്ട്. നാളെ കൊണ്ട് പോയി നോക്കിയാൽ ഈ അയ്യോ വഴി എല്ലാം പോകും. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോ, എന്റെ പേര് വിളിക്കല്ലേ, സോറി, എന്നെ വിളിച്ചോ, ഞാൻ ഉറപ്പ് പറയാം. പക്ഷെ എന്നാലും ഉണ്ട്, എപ്പോഴും ഉണ്ട്, കാലം മൊത്തം പൊട്ടിയിരിക്കുക. അയ്യോ വിളിച്ചാലും ഒരു കാര്യം പറയാൻ സാധിക്കും, കർത്താവേ ഞാൻ ഈ സുവിശേഷം അറിയിച്ചു. എന്തിനാ? നിർബന്ധത്താലല്ല, സന്തോഷം കൊണ്ട്, ഇതിനെ വിടുവിച്ചുകൊണ്ട്, എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട്. സ്വന്തം കർത്താവ് പറയാൻ ഞാൻ ലൗകികനല്ല, ഞാൻ ലോകത്തെ എങ്ങനെ ജീവിച്ചു. സ്വന്തം ഹല്ലേലൂയ. സകലവും വെടിഞ്ഞു, ആരും ഇല്ലായിരുന്നു. മറിയ പോലും കൂടെ ഉണ്ടായില്ല, സഹോദരന്മാർ കൂടെ ഉണ്ടായില്ല. അതേ കാലിടറി പോകുന്ന അനുഭവങ്ങൾ, സ്വന്തം പാട്ടുകാരന്മാർ കാലിടറി പോകുന്ന അനുഭവം കർത്താവ് പിടിച്ചു. ഞാൻ കർത്താവിനോട് ദൈവത്തെ സ്വാഗതം ചെയ്യുന്നത്. പാസ്റ്ററിന് ഡേറ്റ് പോലും ഓർമ്മയുണ്ട്, നവംബർ 17. എനിക്ക് ഓർമ്മയുണ്ട്, 32 വർഷം മുമ്പേ സ്ഥാനപ്പെട്ടത്. അത് രക്ഷിക്കപ്പെട്ടത് 1991 ഏപ്രിൽ മാസം 19. സ്ഥാനപ്പെട്ടത് ആയിരം വന്നിട്ട് അവിടുത്തെ സഭയിൽ ഐജി സഭയിൽ സ്ഥാനപ്പെട്ടത് മെയ് മാസം 11-ാം തീയതി. സ്വത്രം. അല്ലെങ്കിൽ എന്നോട് കൂടെ യേശുനാമത്തിലെ ഒരു പാർശ്വം കുടുംബത്തിലെ 13 അംഗങ്ങളുണ്ടായി. യേശുനാമത്തിലെ അവർ സ്ഥാനപ്പെട്ടവരാ. നമ്മളെക്കാൾ കൂടുതൽ ആത്മാ ആരാധിക്കാൻ അന്യഭാഷ പറയുന്നത്. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? അവർ യേശുനാമം തെറ്റാന്ന് മനസ്സിലാക്കി യേശുവിന്റെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൽ അവർ 13 അംഗങ്ങളുള്ള ആ കുടുംബത്തിൽ 13 മക്കളും കൊച്ചു, ഈ പാർശ്വം ആന്റിയും മക്കളും കൊച്ചുമക്കളും 13 പേര് കൂടെയാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. കർത്താവെ സൗഭാഗ്യക്കാൻ ശ്രമിക്കുക. അവനെ പോലെ ആയിത്തീരുവാൻ എന്തിനാ നൽകപ്പെട്ടത്? സ്വന്തം അതിൽ ആത്മാവിൽ ജീവിക്കുവാനും അതേ ആത്മാവിൽ നടക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അതിന് നടുവിൽ എന്ത് വന്നു? ലോകം വന്നു, ലോക ചിന്ത വന്നു. ഭാഷ പറഞ്ഞാൽ വേണം, എല്ലാം വേണം, വീട് വേണം, വിവാഹം വേണം, അത് സകല കാര്യം വേണം. പക്ഷേ ചിലർക്ക് ഓർക്കണം, സ്തേഫാനോസിനെ വീടുണ്ടായെന്ന് എനിക്കറിയില്ല, കുടുംബജീവിതം ഉണ്ടായെന്ന് അറിയില്ല. ഞാൻ ചിന്തിക്കുന്ന ഒരു വിവാഹം 2 ദിവസം അടുത്ത ആഴ്ച വിവാഹം നിശ്ചയിച്ചു വെച്ച ഒരു മനുഷ്യൻ സ്തേഫാനോസ് ഇത് അപ്പോസ്തല പ്രവൃത്തിയില്. പക്ഷേ വിവാഹം നടന്നില്ല. എന്തായി? ആര് മരിച്ചു? എങ്ങനെ മരിച്ചു? ആദ്യത്തെ രക്തസാക്ഷിയായി. വിവാഹം താൻ നോക്കിയില്ല, കുടുംബജീവൻ നോക്കിയില്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി നോക്കിയില്ല. ദൈവസ്ഥയോ അവസരം ലഭിച്ചപ്പോൾ കർത്താവിനോട് ചുവട് വെച്ചോ, താൻ സംസാരിച്ചു ആത്മാവിൽ. ആ മനുഷ്യന് വേണ്ടി സ്വർഗം തുറന്നു. നമുക്ക് വേണ്ടി തുറക്കുവോ? നമുക്ക് വേണ്ടി തുറക്കുവോ? അന്ന് ഒരു വാക്യം കൂടി മാത്രം വായിച്ചിരിക്കില്ല, ഒരു വാക്യം മാത്രം വായിച്ച റോമാലേഖനം 16-ാം അധ്യായം 23-ാം വാക്യം. റോമൻ 16-ന്റെ 23. അതിന് അവസാനത്തെ ഭാഗം മാത്രം
വിശ്വാസങ്ങൾ ഉത്ഭവിക്കാത്തതെല്ലാം വിശ്വാസം നിന്ന് എന്താ ഉത്ഭവിക്കാന്ന് ഉണ്ടാകുക. അപ്പൊ വിശ്വാസം നിന്ന് ചെയ്യാത്ത എല്ലാം എന്താണ്? അങ്ങനെയുണ്ടോ പരിപാടി? സിനിമ കാണുന്നത് മാത്രമല്ല, ചീത്ത പറയുന്നത് മാത്രമല്ല, അടാ പൊടി എന്നൊക്കെ വിളിക്കുന്നത് മാത്രമല്ല പാവം. അതും പാവമായിട്ടാ. അടാ വിളിച്ചാൽ പൊടി കൈയാഴ്ച പറഞ്ഞാണ്. 16:23 കിട്ടിയില്ലേ? 14 സ്വന്തം. അപ്പൊ വിശ്വാസം ഉത്ഭവിക്കാതെല്ലാം പാപമാണ്. കർത്താവ് പറഞ്ഞ സ്വന്തം സമയം 10 കൽപ്പന കൊടുത്തപ്പോൾ ദശാംശം കൊടുക്കാൻ പറഞ്ഞു. സമയത്തിന് ദശാംശം 24 മണിക്കൂർ. മക്കളെ പറഞ്ഞ 24 മണിക്കൂറിന്റെ ദശാംശം 10%. പറ്റില്ല. 2 മണിക്കൂർ 40 മിനിറ്റ്. ഒരു ദിവസം 2 മണിക്കൂർ 40 മിനിറ്റ് ഞാനൊരു കാര്യം കൂടെ അല്ല, ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ചെലവഴിക്കണം. കൂടാതെ കുടുംബ പ്രാർത്ഥന. ഞായറാഴ്ചകളും പാസ്റ്റർ പറഞ്ഞ പോലെ 12 മണിക്ക് വരെ പോകേണ്ടതായിരുന്നു. ശരിയാ, പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. കാരണം എന്താണ്? സമയം നോക്കാതെ പോകും. മാത്രമല്ല ദശാംശം 7 ദിവസത്തിന്റെ 7 ദിവസത്തിന്റെ ദശാംശം ഈ ഞായറാഴ്ച കൊടുക്കണം. അപ്പൊ 2 മണിക്കൂർ 40 മിനിറ്റ് × 7 ഏകദേശം 16 മണിക്കൂർ ദൈവസന്നിധി. ഞാൻ കർത്താവേ IPC-കാർ നമ്മളെ ഓടിക്കോ? ഇല്ല. പാസ്റ്ററൊക്കെ അന്നത്തെ അങ്ങനെ ആത്മാവിൽ അവർ ആരാധിച്ച് ബലം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനമൊക്കെ ഇത്രയ്ക്ക് ആയത്. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചല്ല, പക്ഷെ ദൈവം അവർ ഉപയോഗിച്ചു. അവർ മക്കളെ കൊച്ചുമക്കളെ മറ്റുള്ള ദൈവദാസന്മാരെ നമ്മളെ ദൈവസഭയൊക്കെ കർത്താവ് സ്ഥാപിച്ചത് ആ പഴയകാല പിതാക്കന്മാരെ പ്രാർത്ഥന ജീവിതം കൊണ്ട്. കർത്താവ് പറയുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് എനിക്ക് വേണ്ടി. കുറഞ്ഞാലോ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയൊരു അബദ്ധം. അതുകൊണ്ട് 70 വർഷം ബാബിലോണിൽ പ്രവാസം പോണ്ടി വന്നു. 70 വർഷം. കാരണം എന്താണ്? കണക്ക് കൂട്ടിയാലേ ദേവദാസന്മാർ പറയുന്നത് അവർ 7 വർഷത്തിന് തുല്യമായ അത് ശാബത്തുകൾ അവർ ദൈവസന്നിധി അർപ്പിച്ചില്ല. ദൈവസന്നിധിയിൽ ശബത്ത് നാളിൽ വന്ന് ദൈവത്തെ ആരാധിച്ചില്ല. അതുകൊണ്ട് 70 വർഷം ഏകദേശം 1400 ദിവസങ്ങൾ അവർ ആരാധിക്കുന്നതുകൊണ്ട് എവിടെ കൊണ്ടുപോയി? പ്രവാസം കൊണ്ടുപോയി. രോഗമായി, പ്രശ്നമായി, പ്രയാസമായി. കോവിഡ് വീണ്ടും തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇന്നലെ ഞാൻ സ്വത്രം കർത്താനാത്മാവ് നമ്മൾ ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ. പേടിക്കണ്ട, ഇതിലും വലിയ കോവിഡ് വന്നാണല്ലോ. എങ്കിലും ഒന്ന് പേടിക്കണം. സ്വത്രം എന്തിനു വേണ്ടിയാ? കർത്താവ് എന്നെ പിടിക്കലെന്നല്ല, പിടിച്ചോട്ടെ. പക്ഷെ ഞാൻ അതിനു മുമ്പേ ക്രമീകരിക്കാനുള്ളത്, ഞാൻ ചെയ്യാനുള്ളത് ദൈവത്തിന് ഞാൻ വെള്ളിയാഴ്ച ഓർപ്പിച്ചോളെ. ഇനി സ്വർഗത്തിൽ പോയ പ്രാർത്ഥനയില്ല, ഉപവാസമില്ല. കാരണം അവിടെ വണ്ടിയുടെ ആവശ്യമില്ല, മക്കളുടെ ആവശ്യമില്ല. കാരണം വിവാഹം കുറിച്ച് ചെയ്യുന്നില്ല, അപ്പൊ മക്കളുടെ ആവശ്യമില്ല. വീടില്ല, കർത്താവ് വീട് തരാൻ പോവാ. ഒരു ടെൻഷൻ അവിടെ ഇല്ല. പരീക്ഷ എഴുതണ്ട, സ്വോത്രം. നാട്ടോട് പരീക്ഷ ആരംഭിക്കുകയാണല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ആത്മാവിലല്ല, ആത്മാവിൽ തന്നെ, പക്ഷെ ദൂരല്ല. അത് ഉള്ള കാര്യമാണ്. ക്രിസ്മസ് വരെയാണ്. കേക്ക് പോയി കഴിക്കില്ലേ? ഞാൻ കൈ മുട്ടുകുത്തി കൈ കൂപ്പി ദൈവസഭയുടെ പിള്ളേർ പ്രത്യേകിച്ചും ആര് കേക്ക് തന്നാലും ഇപ്പൊ കേക്കും പ്രശ്നമില്ല, പാപമൊന്നുമില്ല. ക്രിസ്മസ് സമയത്ത് പോയി എവിടെ പോയി കേക്ക് കഴിക്കണ്ട. പിന്നെ കഴിച്ചിട്ട് വന്ന് വയറിളകിയിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ടി വരും, ഗതികേട് വരും. എനിക്ക് ഇഷ്ടംപോലെ അനുഭവമുണ്ട്. ആ കേക്ക് ഈ 31-ാം തീയതി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു. 1-ാം തീയതി നമ്മുടെ ഇവിടുത്തെ ഞാൻ ഉണ്ടെങ്കിൽ 1-ാം തീയതി ഇവിടുത്തെ രാത്രി യോഗത്തിനും കേക്ക് മുറിക്കേണ്ട. കഴിഞ്ഞ ആഴ്ച പോയ സഭയിൽ പാസ്റ്റർ ഇപ്പോഴേ പറഞ്ഞിരിക്കുക, ആർക്കും ഒരു ചിന്തയില്ല, പക്ഷെ പാസ്റ്റർ ചിന്ത ഇട്ടു നമുക്ക് കേക്ക് മുറിക്കാം, ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ. കേക്ക് കഴിച്ചാലേ 1-ാം തീയതി കയറുള്ളൂ. ഏത് പുതിയ വർഷം വേറെ എന്തോ നല്ല നല്ല വിഭവങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. നമുക്ക് കപ്പ ബിരിയാണി ഉണ്ട്, അതാരെങ്കിലും ഉണ്ടാക്കി കൊണ്ടു. കേക്ക് മാത്രം നമുക്ക് പേസ്റ്റിയൊക്കെ ഒഴിവാക്കി. ലഡു ഉണ്ട്, ലഡു കഴിച്ചോ. ജിലേബി ഉണ്ട്, ജിലേബി കഴിച്ചോ. സ്വന്തം കഥാപാത്ര ദിവസം നമ്മളെ വേണ്ടി സഹായിക്കാൻ പലപ്പെടുന്ന ചില അവനൊരു പദ്ധതി ഉണ്ട്. ദൈവസഭയെ കുറിച്ച് ഈ മുളക്കടയിൽ, ഈ ITI ജംഗ്ഷനിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ യവനക്കാരെ ഇവിടുന്ന് നടന്നു പോവാണ്. ഈ ITI കൂടി ലോകത്തിന്റെ ഇമ്പത്തിൽ ജീവിച്ച് അവരെ രക്ഷിക്കുവാൻ കടമ ദൈവസഭയ്ക്ക് അത് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇടുന്നത് അറിയാൻ, പേരറിയില്ല, ഊരറിയില്ല, പക്ഷേ എന്റെ കർത്താവ് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. പിന്നെ കണ്ട അവിടെ വിമൻസ് ITI വേറെയുണ്ട്, കോളേജ് ഉണ്ട്. ഏത് ക്രിസ്ത്യൻ കോളേജ് ഇപ്പുറമുണ്ട്, പ്രോവിഡൻസ് കോളേജ്. ഇത്രയും യൗവനക്കാർ, ഏകദേശം 5000 ചെറുപ്പക്കാർ ഈ ചുറ്റുപാടിലുണ്ട്.
മറ്റു സംസ്ഥാനത്തു നിന്നും മറ്റു ജില്ലയിൽ നിന്ന് വന്നവരായി ഏത് ആയാലും ആത്മാവാണല്ലോ. ആ ആത്മാവിനോട് ഈടുന്ന കലയാണ് ഈ ദേവസഭയെ കർത്താവ് ആക്കി വെച്ചത്. ഞായറാഴ്ച വന്നപ്പോൾ ദൈവം ഒരു സഹോദരൻ പറഞ്ഞാണ്, അതേ ദൈവം അയച്ചൊരു മനുഷ്യൻ വന്നു, അവന്റെ പേര് യോഹന്നാൻ ബൈബിൾ എഴുതിക്കാന്ന് ബൈബിൾ അറിയാം, പക്ഷെ എന്റെ പേര് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞില്ല. നന്നായി, പക്ഷെ ആ മനുഷ്യൻ വന്നപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങളുടെ രോഗം മാറുന്ന, നിങ്ങളുടെ പ്രശ്നം മാറുന്ന, വീടുണ്ടാവുന്ന എല്ലാം ദൂത് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞ ദൂത്? യോഹന്നാൻ, ഞാൻ വഴി ഒരുക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തോട് അടുപ്പിക്കണം, പാപം വിട്ടൊഴിയണം. സ്വപ്നം ഏതാണ്? പ്രാർത്ഥന കുറവ്, ഉപവാസ കുറവ്, ദൈവസ്ഥലേക്ക് അറിയുന്ന ഒരു അനുഭവം ഇല്ലെങ്കിൽ കർത്താവ് എനിക്ക് കരയുവാൻ കൃപ തരണം, കണ്ണുനീരിന് തരണം. സ്വത്രം കർത്തനാത്മ നമ്മളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഡിസംബർ മാസം 17 തീയതി ദാനമായി നമുക്ക് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസൻ താവി യോഹന്നാൻ പാസ്റ്ററിനായി ആൻറ്റിക്കായി സ്തുതിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കായി, ഓരോ കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി, സഹോദരന്മാർക്കായി, വാർത്തയിലെ മാതാപിതാക്കളെ, അതായത് ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തദാസന്മാർക്ക്, സാംപാസ് കുടുംബത്തിനായി, അലിപ്പാസ് കുടുംബത്തിനായി സ്തോത്രം ചെറിയനായി സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവിന്റെ ആത്മാവ് ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, ശാരീരമായി യേശു ക്രിസ്തു നാമത്തിൽ സകലയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ പിടിച്ചെടുക്കുന്ന അനുഭവങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സമയം നൽകിയ ദേവദാസനോടും സഭയോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇന്നലെ ഭൂമി കാത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂമി കാത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ആമേൻ. എന്നാലോ ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നിന്നു പ്രിയന്മേൽ ചാരി വരുന്നു ഇവളാരു പോൽ ചാരി വരുന്നു ഇവളാരു പോൽ. മനത്ത് കൂടെ ഞാനും സ്വർഗരാജ്യത്ത് ചെല്ലുവാൻ. വാനത്ത് കൂടെ പോകുന്നേ ഞാനും സ്വർഗരാജ്യത്ത് ചെല്ലുവാൻ. ദേവദാസനിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ഇടപെടുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ആത്മനിഷ്ഠ ചിന്തയ്ക്കായിട്ട് ഗ്ലൂക്കോസിന്റെ